ഗുഡ് മോർണിംഗ്. രാവിലത്തെ കലാപരിപാടികളാണ് ഇതൊക്കെ. ഞാൻ അത്ര വലിയൊരു പേപ്പർ വായനക്കാരിയാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ അത്ര ഭയങ്കരമായ അങ്ങനെ പേപ്പർ വായിക്കുന്ന ആളൊന്നല്ല. പക്ഷെ ഇതൊരു നല്ല കാര്യമായതുകൊണ്ട് ദിവസം കുറച്ച് നേരം അല്ലേ, സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. ഇത് മെയിനായിട്ട് മിത്തുക്കുട്ടീനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പിന്നെയും പേപ്പർ വരുത്തി തുടങ്ങിയത്. ഇതിലാകുമ്പോൾ ഇഷ്ടംപോലെ വായിക്കേണ്ടാവും. ബോംബെ ടൈംസ്, എക്കണോമിക് ടൈംസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മിത്തുക്കുട്ടി മലയാളം നന്നായിട്ട് പഠിക്കുന്നവരെ നമ്മൾ മാതൃഭൂമി, ആ മനോരമ, ആ പേപ്പറൊക്കെ വരുത്തിയിരുന്നു. ഇപ്പം മലയാളം അത്യാവശ്യം നന്നായിട്ട് വായിക്കാൻ അറിയാം. അങ്ങനെ വായിച്ച് പഠിച്ചതാണ്. അപ്പം പിന്നെ അത് നിർത്തി. ഇതാകുമ്പോൾ കുറച്ചും കൂടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഉപകാരമാവുമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ വാങ്ങാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് നേരം ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ഇനി എന്താ പരിപാടി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. അപ്പോൾ വീക്കെൻഡിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് കേട്ടോ ഞാൻ ഈ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ബാക്കി മാറ്റി ഇങ്ങനെ ചെയ്യുക. അധികം ചെടിയൊന്നുമില്ല, ആകെ കുറച്ച് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നതേ ഉള്ളൂ. പക്ഷേ എന്തായാലും കുറച്ച് ഗാർഡനിങ് പരിപാടിയൊക്കെ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ബാൽക്കണിയിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വേറെ ഒന്നല്ല, ചപ്പാത്തി ഉണ്ട്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ സജഷൻസ് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മീൽ പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക. പിന്നെ വെച്ചാൽ 3 നേരം ഫുഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, വർക്കിംഗ് വുമൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ. അപ്പോൾ കുറച്ച് ഈസിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ 3 നേരം ഒന്നും ഫുഡ് ഉണ്ടാക്കാറില്ല. സാറ്റർഡേ സൺഡേ ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അങ്ങനെ ഭയങ്കരമായ പ്രിപ്പറേഷൻസ് കാര്യങ്ങളും. അതല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാത്രിത്തെ ഫുഡ് തന്നെയാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചപ്പാത്തിയാണ് ഉണ്ടാക്കുക. അപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ ചപ്പാത്തി അധികം ഉണ്ടാക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇവർക്ക് ഓഫീസിലേക്കും സ്കൂളിലേക്കും കൊണ്ടുപോകാൻ. കറി നമ്മൾ എന്തായാലും ഫ്രഷായി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് തലേദിവസം രാത്രി ഉണ്ടാക്കിയാലും പിറ്റേ ദിവസം സ്കൂളിൽ ഉച്ചവരെ ഇരിക്കുമ്പോഴേക്കും അത് കേടുവരുമോ എന്ന് എനിക്കിങ്ങനെ തോന്നും. അപ്പോൾ അതുകൊണ്ട് കറി മാത്രം അങ്ങനെയാണെങ്കിൽ സുഖമാണ്. രാവിലെ എണീറ്റ് ജസ്റ്റ് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. അതായത് 3 നേരം ഉണ്ടാക്കുക എന്നുള്ളതിൽ മൺഡേ ടു ഫ്രൈഡേ ചോറ് വയ്ക്കുന്ന പരിപാടിയേ ഇല്ല കേട്ടോ. വളരെ അപൂർവമായിട്ടാണ് ചോറ് വയ്ക്കുക അങ്ങനത്തെ പരിപാടികൾ. അല്ലെങ്കിൽ രമേശേട്ടൻ വർക്ക് ഫ്രം ഹോം ഉള്ള ദിവസമോ അല്ലെങ്കിൽ മിത്തുക്കുട്ടിക്ക് സ്കൂളിൽ തന്നെ എന്തെങ്കിലും ഉള്ള ദിവസമൊക്കെയാണ് ചോറ് വെക്കുള്ളൂ. അതല്ലാത്ത ദിവസമൊക്കെ അധികം ഈ ചപ്പാത്തി രാത്രി എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുള്ള ഈ ചപ്പാത്തി തന്നെയായിരിക്കും നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എനിക്കുള്ളതും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്കലത്തെ ഫുൾ പരിപാടി ഇതാവും. അല്ലെങ്കിൽ ചില ദിവസം ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്കല്ല, ഇന്ന് ഞാൻ രാവിലെയാണ് ഈ ചപ്പാത്തി എടുക്കുന്നത്. രാത്രി എക്സ്ട്രാ ഉണ്ടാക്കി വെച്ച ആ ചപ്പാത്തിയാണ് ഞാൻ രാവിലെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുക. അല്ലാതെ 3 നേരം ഫുഡ് ഉണ്ടാക്കൽ വളരെ കുറവാണ്. സാറ്റർഡേ സൺഡേ മാത്രമേ അധികം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 നേരം മാക്സിമം ഉണ്ടാക്കുള്ളൂ. രാവിലെ അധികം ഓട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. രാത്രി ഉണ്ടാക്കി തന്നെ നെക്സ്റ്റ് ഡേ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് കുറേ സമയം കിട്ടും. നമ്മൾക്ക് ക്ലീനിങ്ങിനോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവർക്കൊക്കെ. അത്ര ആർഭാടൊന്നും ആയിട്ട് പറയണ്ട. ഉണ്ടാക്കുന്ന ഫുഡ് അപ്പം കിട്ടില്ല, പിന്നേക്ക് വെക്കും എന്നങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ 5 മിനിറ്റും ശരിയായി. ഒന്നല്ല, ഉണ്ടാക്കിയ ഫുഡ് അപ്പല്ല, അത് പിന്നേക്ക്. അത്ര മാത്രം ഉണ്ട്. അതല്ല ഇപ്പൊ എന്താ വെച്ചാല് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നല്ല ഇപ്പൊ അതല്ല. എനിക്ക് എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചതാണ്, ഈ വർക്കിംഗ് വുമൻസിനൊക്കെ സത്യം പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ 3 നേരം ഭക്ഷണം ഉണ്ടാക്കി. നമുക്കാണെങ്കിലും അതെ, എന്തിനാ വെറുതെ നമ്മുടെ സമയം കളയണം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് ആരെങ്കിലും വരുന്നുണ്ട് അല്ലെങ്കിൽ ചപ്പാത്തിയാണ് നമ്മൾ രാത്രി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം അല്ലെങ്കിൽ ഒരു 8 എണ്ണം ഒക്കെ എക്സ്ട്രാ കൂടെ ഉണ്ടാക്കി വെച്ചാൽ രാവിലത്തെ പണിയും ഉച്ചക്കലത്തെ പണി ലാഭമായി കിട്ടും. പിന്നെ ചോറ് ഉണ്ണണം നിർബന്ധമുള്ളവരുടെ കാര്യമാണെങ്കിൽ അവിടെ ഒരാൾ വരുന്നു. വരൂ. നമസ്കാരം. സന്തോഷം. തള്ളല്ല കേട്ടോ. ഇവിടെ ഒരാളുണ്ടാ രമേശേട്ടനായിട്ട് എന്താ വെച്ചാൽ രാത്രി ചോറ് ഇവിടെ ഉള്ളവരൊക്കെ വലിയ ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഇവിടെ ആരും ചോറ് രാത്രി നല്ല ഉച്ചയ്ക്കും ചോറ് നിർബന്ധമില്ലാത്ത ടീംസാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വെച്ചേ പറ്റൂ എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് ചപ്പാത്തി രാത്രിത്തെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് അടിച്ച് കയറ്റും അല്ലേ. ഇപ്പൊ ചോറും വേണ്ട, അപ്പൊ വെറും സാലഡ് ഉണ്ടാക്കാനാ പറയണ. രാത്രി ഉച്ചയ്ക്കും ഒക്കെ സാലഡ്സ് ഉണ്ടോ. ജിമ്മനായിട്ട് വരികയാണ്. ഹെൽത്ത് ഭയങ്കര ജിമ്മും പരിപാടിയും. ഞാനാണെങ്കിൽ അങ്ങനെ തോന്നിയ പോലെയാണ്. ഞാൻ വരും പക്ഷെ എനിക്ക് അതുകൊണ്ട് എന്തോ ശരിയാവണില്ല. ജിമ്മ് നല്ല, അതുകൊണ്ട് ഫുഡ് ഒന്നും ശരിയാവണില്ല. എന്റെ രമേശേട്ടൻ ഇപ്പൊ ഭയങ്കര കാര്യമായിട്ടാണ് നോ കാർബ്സ്, നോ ഷുഗർ. നമ്മളൊരു 30 വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യം ശ്രദ്ധിക്കണം എന്നല്ലേ പറയാം. അതുകൊണ്ടാണ് ഞാൻ അതെ ഞാൻ പറയില്ല.
50ലേക്ക് കടക്കാറായി എന്നാണ് ഞാൻ പറയാൻ വന്നത്. എനിക്ക് ഒരു 10 വർഷം കൂടി ഉണ്ട് പ്രായമാവാന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 10 വർഷം കൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇത് കഴിഞ്ഞിട്ട് കണ്ണാടി പോയി നോക്ക്. ഇതൊക്കെ കഴിച്ച് എന്താ നിങ്ങൾ പറയണത്? ഇതൊക്കെ കഴിച്ചിട്ട് ഞാൻ തടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ യോഗം എന്ന് ഞാൻ വിചാരിക്കുള്ളൂ. അല്ല അതിപ്പോ നിന്റെ ഒരു ശരീരപ്രകൃതി എന്റെ ശരീരപ്രകൃതി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് എനിക്ക് പകുതിയിലധികം ശരീരം അനുഗ്രഹിച്ചിട്ടുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഞങ്ങള് രണ്ടുപേരും ഒരേ ഇതിലാ പോണത്. ജിമ്മായാലും ഫുഡായാലും ഒരാളുടെ ലക്ഷ്യം കുറയ്ക്കുകയും ഒരാളുടെ ലക്ഷ്യം കൂട്ടുകയുമാണ് എന്നുള്ളതാണ് ഇതിലൊരു രസകരമായ ഒരു ഫാക്ട് എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ പറയാം. അത് രാവിലെ തന്നെ തടിയുടെ കാര്യം പറഞ്ഞിരിക്കണ്ട, ഉള്ള ചപ്പാത്തി കഴിച്ചു പോയിക്കോ. പക്ഷേ എത്ര 6 ചപ്പാത്തി രാവിലെ കഴിച്ച് 4 ചപ്പാത്തി ആൻഡ് നല്ല പ്രോട്ടീൻ സൊപ്പ് എന്നെയും കൂടി പിന്തിരിപ്പിക്കും. ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് ഇപ്പൊ ഈ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ബുദ്ധിമുട്ടിയിട്ടാണെച്ചാലും ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ടീഷർട്ട് ഇട്ട് താത്തിക്കരുമ്പോ എങ്ങടാ ഇനിയിപ്പൊ പോണോ അതൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ ഞാൻ സൊപ്പ് കാണാതെ വിളിക്കും, ഡ്രസ്സ് മാറ്റി ഒരു ഒറ്റ ഓട്ടോ ഓടും. അപ്പഴേക്ക് ഓടിയിടും. അല്ല പോവാണോ വെച്ചത് ഞാൻ വാതിലടിച്ച് ഓടും. കാരണം ആ ഡയലോഗും വീട്ടിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ ഇരുന്ന് നമുക്ക് വർത്താനം പറയാനേ, നമുക്ക് ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അപ്പൊ പിന്നെ അവിടെ ഇരിക്കും. സത്യരംശക്ക് പോണ്ട ആവശ്യമില്ലല്ലോ, കണ്ടില്ലേ ശരീരം. അല്ല അങ്ങനെയല്ലല്ലോ, നമ്മള് ശരീരത്തിന്റെ പുറമെ കാണുന്നല്ലോ ഉള്ളില്. ചെലപ്പോ നിന്റെ ശരീരം പുറമെ കാണുന്ന പോലെ ഉള്ളിലെല്ലാം ഫിറ്റ് ആവും. എന്റെ അങ്ങനെയില്ല, പുറമെ ഫിറ്റ് തോന്നുന്നു, ഉള്ളിൽ അങ്ങനെയില്ല. അപ്പൊ നമ്മളത് ശ്രദ്ധിച്ചാലേ പറ്റൂ. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ ഒരു മനസമാധാനത്തിന് വേണ്ടി ചെയ്യാ. ജിമ്മില് പോവാ, ചപ്പാത്തി കുറച്ച് കഴിക്കാന്നൊക്കെയുള്ള സൊപ്പ് 4 ഉള്ളല്ലോ. ചപ്പാത്തി തന്നാ ആദ്യം എണ്ണി വെക്കുന്നത്. പക്ഷേ ഓരോന്നിങ്ങനെ എണ്ണിട്ടാ കഴിക്കാം. വെറുതെ ശരീരത്തിൽ പിടിക്കാത്തത് ഞാൻ പറയും. ഈ എണ്ണി കഴിച്ചു. പിന്നെ അത് മാത്രല്ല ഇത് ഇവിടെ തന്നു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി ഉടനെ സൊപ്പ് എന്തെങ്കിലും അടുത്ത ഞാൻ പ്ലേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നിമിഷം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറയും ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ് ആ ശരീരത്തിലൊന്നും പിടിക്കാത്ത. ആസ്വദിച്ചിരുന്ന് കഴിഞ്ഞ ദിവസം സൊപ്പ് എന്തോ ഒരു പരാതി എന്തോ എനിക്ക് കഴിക്കാനായിട്ട് തന്നിട്ട് എനിക്ക് തന്നു. എന്നിട്ട് ഇപ്പുറത്ത് പോയിട്ട് വേറൊരു പ്ലേറ്റ് എടുത്തോണ്ട് എന്റെ പ്ലേറ്റ് എടുത്തോണ്ടാൻ പോയിട്ട് സൊപ്പ് തിന്നപ്പോ ഞാൻ ആ സാധനത്തിന്റെ പാത്രം അവിടെ കഴുകാം. അപ്പൊ ചോദിച്ചു അല്ല ഞാൻ എടുക്കുന്നുണ്ട് പ്ലേറ്റ് അല്ല ഞാൻ കഴിച്ചു കഴിഞ്ഞു. അതൊരു സത്യം. എന്തൊരു കഷ്ടം. അതുകൊണ്ട് എന്താ വെച്ചാൽ ഇവിടെ ഫുഡ് അങ്ങനെ കാര്യമായി ഉണ്ടാക്കലൊക്കെ ഞാൻ നിർത്തി. കാരണം കഴിക്കുമ്പോ ആസ്വദിച്ച് കഴിക്കുന്നവർക്കല്ലേ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമല്ലോ. ഇതിപ്പോ എന്ത് കൊടുത്താലും ഒരേ വികാരത്തിൽ ഒരൊറ്റ പോക്കി തിന്നലാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഇല്ലല്ല എനിക്കൊരു സുഖമാണ് കേട്ടോ. ഞാൻ അങ്ങനെ പറയില്ല. കാരണം 3 നേരം 3 ടൈപ്പ് ഫുഡ് വേണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറൊരു സമയം എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് രാത്രിത്തെ ചപ്പാത്തി പരിപാടി കഴിഞ്ഞാൽ ചില ദിവസം രാവിലെ ഞാൻ അതിപ്പോ രംഷേട്ടുള്ളതുകൊണ്ട് ഞാൻ രാവിലെ ചപ്പാത്തി കൊടുത്തു. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഞാൻ ഓഫീസിലേക്ക് കൊടുത്തേക്കും. അപ്പൊ എനിക്ക് കറി മാത്രം ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഇഷ്ടംപോലെ സമയം ഫ്രീ ടൈം കിട്ടും അല്ലേ. ആക്ച്വലി മിത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചപ്പാത്തിയും കറിയടക്കം ഉണ്ടാക്കുന്നത്. രംഷേട്ട മാത്രമാണ് ഇങ്ങനെ ഓട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം മിത്തുകുട്ടിക്ക് കുട്ടികളല്ലേ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണല്ലോ. അപ്പൊ ചപ്പാത്തിയും കറികളൊക്കെ രംഷേട്ടൻ്റെ ഞാൻ പറയാം റിട്ടയർ ആയ നമ്മൾ രണ്ടുപേരും മിത്ത് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഭക്ഷണം ഉണ്ടാവും. പക്ഷെ പറക്കുണ്ടാവും സ്കെൽട്ടനായിട്ട്. അപ്പോഴും ഞാൻ ഈ റെഡിയുണ്ടോ ഇപ്പൊ ഞാൻ ഉണ്ടാക്കാച്ചാലും എനിക്ക് ഭക്ഷണം ഞാൻ ഒറ്റയ്ക്കാവുമ്പോഴും എനിക്ക് ഭക്ഷണം എങ്ങനെയുള്ള വേണമെന്നൊന്നും ചോറ് തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ചപ്പാത്തി അഞ്ചാലും അഡ്ജസ്റ്റ് ചെയ്യും, ബ്രെഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാത്തോണ്ടാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ. അതുകൊണ്ട് സൊപ്പിനോട് ഒരിക്കലും ആ ഡയലോഗ് പറയില്ല ഭക്ഷണം ആക്കണോ ഒന്ന് ഉണ്ടാക്കി കഴിച്ചോളും എന്ന് പറയില്ല. കാരണം സൊപ്പിന് അറിയാം നേരെ ഒരു ബ്രെഡ് 2 സാൻഡ്വിച്ച് സാലഡ്. നമുക്കിങ്ങനെ എന്താ പറയാ ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. വേണമെങ്കിൽ വന്ന് നല്ല ഉണ്ടാക്കി കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രംഷേട്ട പറയും രംഷേട്ടനുള്ള ചോറും കറി ഉണ്ടാക്കും, ചോറും തൈരും ഉണ്ടാക്കും, അല്ലെങ്കിൽ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ സാലഡ് മാത്രം. സാലഡ് അതാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടം. രാത്രി ഫുൾ സാലഡ് മാത്രം. ഞാനും അത് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ മിത്തുകുട്ടിക്ക് പിന്നെയും വല്ലതൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പൊ പിന്നെ വിചാരിച്ചു പിന്നെ എനിക്കും വയ്യാട്ടോ. 2 ദിവസമൊക്കെ സാലഡ് കഴിച്ചാൽ 3-ാമത്തെ ദിവസം എനിക്ക് ചോറ് കഴിക്കാൻ. ഇന്ന് എനിക്ക് ചോറ് കഴിക്കാൻ കൊതിയാണ്. എത്ര ദിവസമായി ചോറ് പ്രശ്നം. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ഫുഡ് ഓർഡർ ചെയ്യും. ചോറ് ഈസ് വെരി ഹെൽത്തി ഫുഡ്. ചോറിന്റെ കാര്യമല്ല പറഞ്ഞു പുറത്തുനിന്ന് ഓർഡർ അതിപ്പോ ഡിസംബർ മാസം ആയപ്പോ ഞാൻ പറഞ്ഞു രംഷേട്ടനോടിക്ക് പ്ലം കേക്ക് കഴിക്കണം. ഡിസംബർ മാസത്തിൽ പ്ലം കേക്ക്, ഒക്ടോബർ മാസത്തില് സാധാ കേക്ക്, സെപ്റ്റംബറിൽ ദിവാലിയുടെയും അതിന്റെ സെലിബ്രേഷന്റെ അതിന്റെ കേക്ക്, ഓഗസ്റ്റില് ഗണപതിയുടെ അതിന്റെ സെലിബ്രേഷന്റെ കേക്ക്, സ്വീറ്റുകള് എല്ലാ മാസവും ഓരോ കാരണമുണ്ട്. ജീവിതമുള്ളൂ. ഞാൻ ജീവിക്കാൻ പോവാണ് അവിടെ ഇതൊക്കെ കഴിച്ചിട്ട് ഇതാക്കിയപ്പോൾ
എനിക്ക് പ്ലം കേക്ക് ഡിസംബർ എനിക്ക് ഭയങ്കര, ഞാൻ പറയില്ലേ, ഭയങ്കര ഫീലുള്ള ദിവസം. എനിക്ക് പ്ലം കേക്ക് കഴിക്കണം. പിന്നെ ഇവിടെയൊക്കെ ഒരു ക്രിസ്മസ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഭയങ്കര ചൂട്. മുംബൈയിൽ ആ തണുപ്പ് വന്നത് അങ്ങനെ പോയി. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര തണുപ്പാന്നാ പറയണത് അല്ലേ? ബാംഗ്ലൂരൊക്കെ ഭയങ്കര തണുപ്പാണ്, എല്ലായിടത്തും നല്ല, നാട്ടിൽ നല്ല മഴയാണ്. ഇവിടെ ഭയങ്കര ചൂട് എടുക്കണം. ഡിസംബറിന്റെ ഫീൽ അങ്ങോട്ട് വരുന്നില്ല. നവംബറിൽ നല്ല തണുപ്പ് വന്ന് പോയി, പക്ഷെ ഡിസംബറിൽ വേണം. എന്താ അറിയോ, അച്ചാറ്. രാവിലെ തന്നെ ഞാൻ അച്ചാറ് കഴിക്കും. ഒട്ടും ഹെൽത്തി അല്ല, പക്ഷെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. നല്ല മണമുള്ള നല്ല ഹോം മെയ്ഡ് എന്താ പറയാ മാങ്ങ അച്ചാറ്. ഞാൻ ഉച്ചയ്ക്ക് ഒരു അടിപൊളി, എനിക്കിഷ്ടപ്പെട്ട വിഭവമാണ് ഉച്ചയ്ക്ക് വാങ്ങിയതാണ്. മാതാ സ്റ്റോറിൽ നിന്ന്, നമ്മുടെ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയ മാങ്ങ അച്ചാറ്. ഹോം മെയ്ഡ് ആണ്. ഇത് ആണെങ്കിൽ മാത്രമേ ഞാൻ പുറത്തത്തെ അച്ചാറ് കഴിക്കില്ല. എനിക്ക് വീട്ടിലുണ്ടാക്കിയത് അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിയ അച്ചാറ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, പുറത്തുനിന്ന് വാങ്ങാറില്ല. പക്ഷെ ഇത് ആ ചേച്ചി വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ല മണം. അപ്പം ഞാൻ അത് ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസം ഞാൻ വാങ്ങിച്ചു വെക്കും. അപ്പോൾ കുറച്ച് ദിവസം രമേശേട്ടനും നിത്തൊന്നും പിന്നെ അച്ചാറ് കഴിക്കില്ല. ഇവരൊക്കെ വലിയ ടീംസാണ്, അച്ചാറ് കഴിക്കില്ല. അപ്പം ഞാൻ വലിയ ടീംസാണ്. അത് നമ്മൾ പാവങ്ങള്, നമ്മൾ അച്ചാറും ഇതൊക്കെ കേട്ടു. ഇന്ന് ഫുള്ളിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാ. കൂർക്കപ്പേരി. വെറുതെ വീട്ടിലിരുന്നു എന്നാണ് രമേശേട്ടൻ പറയുന്നത് അല്ലേ? തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് കൂർക്ക. കൂർക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടേ അല്ല, മിത്തുക്കുട്ടിക്കും ഇഷ്ടമല്ല. കൂർക്ക വലിച്ചുറങ്ങുന്ന മിത്തുക്കുട്ടി പറയാം. രമേശേട്ടന് ഇഷ്ടമില്ലാത്ത സാധനം. പക്ഷെ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഉർവശി ആ സിനിമയിലെ പോലെയാണ് എനിക്ക് ആ കൂർക്ക. അപ്പൊ ഇന്ന് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്റെ മെയിൻ കാരണം എന്താ അറിയാം, എന്റെ അമ്മയുടെ ഫേവറേറ്റ് ആണ് കൂർക്ക. കൂർക്ക കഴിച്ചു. അമ്മ എന്ന് ഷോപ്പ് പോയാലും അമ്മ കൂർക്കപ്പേര് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അധികം കഴിച്ച സാധനങ്ങൾ പിന്നെ നമുക്ക് പിന്നെ ഇഷ്ടമല്ലാതെ അങ്ങനെയാണ് എനിക്ക്. അപ്പൊ ഇത്രയും കൂർക്കപ്പേര് കുട്ടിക്കാലത്ത് കഴിച്ച കാരണം അമ്മയുടെ ഫേവറേറ്റാ കൂർക്ക. എപ്പോ പോയാലും അമ്മ കൂർക്ക കൊണ്ടും. കൂർക്കല്ലാത്ത കളിയില്ല. പിന്നെ വീട്ടിലുണ്ടാവും കൂർക്ക, കോവയ്ക്ക. ഇത് രണ്ടും വീട്ടില് കഴിച്ചു മടുത്തു. അപ്പൊ ഞാൻ തൈരും അതും ഇതും എല്ലാതും കൂടെ ആയിട്ട് എനിക്ക് എന്തിനാ അവിടെ കഷ്ടപ്പെട്ടിരിക്കണം, നമുക്ക് അവിടെ പോയിരിക്കാം. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കുറച്ച് റെസ്റ്റും പരിപാടികളാണ്. ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചിരിക്കുന്ന ഒരു ടൈമാണ്. വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പൊ ഒരു റിലാക്സിങ് മോഡിൽ. അപ്പം അങ്ങനെ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ചെറിയൊരു സംഭവങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മുടെ ആമസോണിൻ്റെ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് 6th ഡിസംബർ മുതൽ 11th ഡിസംബർ വരെയാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല സെയിലും കാര്യങ്ങളും, ഇനി ഇവിടുന്ന് അങ്ങോട്ടും സെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നല്ല അടിപൊളി സെയിലും കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കുറച്ച് അടിപൊളി ഡ്രസ്സും ബാഗും ചെരുപ്പും എല്ലാതുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എൻ്റെ അടുത്ത് മുന്നത്തെ ഷോർട്സിലും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെ നിന്നാണെന്ന്. ഇതും ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ എല്ലാ ടോപ്പ് ബ്രാൻഡ്സിനും 50 to 80% വരെ ഓഫ്. അതേപോലെ തന്നെ 3 lakh+ സ്റ്റൈൽസ് കാര്യങ്ങൾ 1000+500 ബ്രാൻഡ്സിനാണ് ഈ 50 to 80% വരെ ഓഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല ലാഭത്തിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഈ ഫസ്റ്റ് വൺ അങ്ങനത്തെയാണ്, ഒരു കിഡിലൻ, ഒരു നോർമൽ വെയർ ആയിട്ട്, അതായത് ഓഫീസ് വെയർ, ഒരു ക്ലാസി ടൈപ്പാണ് കേട്ടോ. അത് ചെറിയ ലേസും കാര്യങ്ങളൊക്കെ ബട്ടനോട് കൂടിയിട്ടുള്ള ഒരു ടൈപ്പാണ് ഫ്രഞ്ചിൽ കേട്ടോ. വളരെ സിമ്പിളാണ്, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. പിന്നെ അടുത്തത് ഞാൻ ഒരു അടിപൊളി ബാഗ് വാങ്ങി, ഗോൾഡൻ കളർ ബാഗ്. നല്ല രസമല്ലേ? അതിപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഗോൾഡൻ വാങ്ങണം എന്ന് കുറേ വിചാരിക്കുന്നു. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞത് അതുണ്ട്, 2 തരത്തിലും ക്ലച്ചസ് ആയിട്ട് കണ്ടു. ഇങ്ങനെ നമുക്ക് സ്ലിംഗ് ബാഗ് പോലെ ഉപയോഗിക്കാം, ഇങ്ങനെ ക്ലച്ചസ് പോലെ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് അതിൻ്റെ ഡിസൈൻ നല്ല ഇഷ്ടപ്പെട്ടു. അതിന് ഏറ്റവും ഇഷ്ടമായത് ഈ സൈഡിലുള്ള ഒരു ഗോൾഡൻ. ഇപ്പോൾ നമുക്കൊരു അടിപൊളി പാർട്ടി അങ്ങനെയൊക്കെ ഒരു നൈറ്റ് ഫംഗ്ഷൻ ഇതിനൊക്കെ പോകണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് അങ്ങനെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് വാങ്ങിയത്. ഒരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ അടിപൊളി ബാഗ് പറയാം. നല്ലൊരു കിഡിലൻ ഒരു പേർപ്പിൾ അല്ലെങ്കിൽ പേർപ്പിൾ എന്ന് തന്നെ പറയാം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ലാവൻഡർ എന്ന് പറയാൻ പൊളി ഷറാറ സെറ്റാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏകദേശം ഒരു നീ ലെങ്ത് വരെ, ഒരുപാട് ഇറക്കം കുറഞ്ഞ കുർത്തിയല്ല. എനിക്കിതെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഫീൽ ചെയ്തു. എന്നാൽ വില അത്രയൊന്നുമില്ല. സെയിലിൽ ഭയങ്കര ലാഭത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ്റിനാണ് ഭംഗി. ഞാൻ പറഞ്ഞ പോലെ ഒരു ഷറാറ ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കണ്ടോ നല്ല രസമല്ലേ ഇതിൻ്റെ പാൻറ്റ്? എന്നുണ്ടെങ്കിലും ഫ്രിൽസ് പോലെയാണ് കണ്ടോ. ശരിക്കും നമുക്ക് നോക്കുമ്പോൾ ഒരു സ്കേർട്ടാണെന്ന് തോന്നും. ദുപ്പട്ടി സിമ്പിൾ ദുപ്പട്ടയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. അങ്ങനെ ഭയങ്കര ഒരു എപ്പോഴും പാർട്ടി വെയർ ആയിട്ട് മാത്രം ഇടാൻ പറ്റുന്നതല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാം. ഇങ്ങനെ ദിവാലി, ഗണപതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷനൊക്കെ വരുമ്പോഴും നമുക്ക് ഇടാം. അതിൻ്റെ അടുത്തത് ഒരു സിമ്പിൾ കുർത്തി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. ഒരു പച്ച ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഒരു ഫുൾ എന്താ പറയുക ദുപ്പട്ട ഇല്ല എന്ന് മാത്രം, ഒരു ടോപ്പ് ആൻഡ്
പാൻറ്റിൻ്റെ പോലെ. പാൻറ്റ് ഒരു ചെറിയ പ്ലാസോ ടൈപ്പാണ്, ഭയങ്കര ലൂസല്ല, പക്ഷെ എന്നാലും ഫിറ്റഡ് പാൻറ്റ് അല്ല. ഇതിൻ്റെ കളറും അതേപോലെ ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എത്ര ഇതിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു നോർമലാണ് കേട്ടോ. കുറേ നമുക്ക് ഓഫീസിലേക്കൊക്കെ പോകണവർക്കോ കോളേജിലേക്കൊക്കെ പോകണവർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത്ര വിലയൊന്നുമില്ല, സിമ്പിളാണ്. രണ്ട് സൈഡിലും സ്ലിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ കണ്ടു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ള അതിൻ്റെ ഡ്രസ്സ്, അതേപോലെ 3/4 സ്ലീവ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടുത്തത് ഈ പറഞ്ഞ പോലെ ഗോൾഡൻ ബാഗ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനത് അതേപോലെ തന്നെ പൊടിയൊന്നും ആവാതിരിക്കാൻ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നല്ല കിടിലൻ ഒരു ചെരുപ്പ്, ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ, നല്ല ഭംഗിയില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസം. ഈ പറഞ്ഞ പോലെ ഒരു സംഗീത നൈറ്റിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ ഒരു റിസപ്ഷനോ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്ലാക്ക് കളർ. കുറച്ച് ഹീൽസ് ഉള്ളത് വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതിൽ ആ ഗോൾഡനും കൂടെ വരുമ്പോൾ അല്ലേ നല്ല ക്ലാസ് സംഭവം. പിന്നെ രമേശേട്ടന് ഒരു അടിപൊളി ഷൂസ് വാങ്ങിച്ചു, ഓഫീസ് ഷൂസ്. കുറേ കാലമായി ഇങ്ങനെ വിചാരിക്കണം ഇങ്ങനെ ഷൂസ് വാങ്ങുന്നത്. അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തതൊന്നുമല്ല, രമേശേട്ടൻ തന്നെ വാങ്ങിയതാണ്. കാരണം എനിക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ രമേശേട്ടനാണെങ്കിൽ ഒരു 10 പ്രാവശ്യം ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രമേശേട്ടനോട് തന്നെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂപ്പർ. നിങ്ങൾക്ക് ഹസ്ബൻഡ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബർത്ത്ഡേ മന്തോ ഒക്കെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ പറ്റിയ സംഭവമാണ്. അടിപൊളി ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു നല്ല ലാഭത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒറിജിനൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 60-70% സെയിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇത് നല്ലൊരു കിടിലൻ ബാഗ്. ഇത് ഞാൻ മുന്നേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സൂക്കിൻ്റെ അടിപൊളി ബാഗ്. അതായത് ഒരു വെറൈറ്റി, എന്നും ഒരേ ടൈപ്പ് ബാഗ് വേണ്ടാന്നുണ്ടെങ്കിൽ സൂക്കിൻ്റെ ബാഗ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. അതായത് ഈ പാർട്ടി വെയർ ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ട്രാവൽ ചെയ്യാനും നോർമൽ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് വെറൈറ്റി ഉള്ള ഒരു സംഭവമാണ്. പിന്നെ പ്യോർ വീഗൻ ആണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവരുടെ ബാഗ് എന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കണ്ട നല്ല രസമില്ല. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ബാഗ്, ഇതിൻ്റെ ഷേപ്പ് നോക്കിക്കേ, ഇതൊരു നല്ല ഭംഗിയിൽ ഒരു സ്ലിംഗ് ബാഗ് ആണെങ്കിൽ പോലും ഒരു ഭയങ്കര ഒരു വ്യത്യാസമുള്ള നോർമൽ ഷേപ്പിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ബാഗാണ്. പലതരത്തിലുള്ള ഷേപ്പും കളറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഷേപ്പിലുള്ള ലിങ്ക് ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇത്രയാണ്, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ എല്ലാം നല്ല ക്ലാസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പാർട്ടി വെയറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വാർഡ്രോബ് റിഫ്രഷ് സെയിൽ ഉള്ളതുകൊണ്ട് നല്ല ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറയണത്. ഇനിയും വരാനുണ്ട്. ഇനി ഒരുപാട് അവരുടെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വരുന്നതായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ വ്ളോഗിൽ എനിക്ക് ഞാൻ എന്തൊക്കെ ഇടണം എന്ന് ചോദിക്കുമ്പോൾ കുറേ പേര് പറഞ്ഞ് കുറേ സംഭവങ്ങൾ ലിസ്റ്റിൽ ഒന്ന് തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ ആമസോണിൻ്റെ സംഭവങ്ങൾ ഇട്ടോളൂ. ഈ ഷോപ്പിംഗ് ഹാൾ വീഡിയോസ് ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണ്. കുറേ പേര് വാങ്ങാറുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ ഇടുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യട്ടെ കുറച്ച് നേരം. ഹോർലിക്സ്, താങ്ക് യു വെരി മച്ച്. ചൂട് വറക്കുന്ന ചപ്പാത്തി കഴിച്ചപ്പോൾ ഹോർലിക്സ് കുടിക്കാനൊരു പൂതി. 2 ദിവസം മുന്നേ വാങ്ങിക്കൊടുന്ന കേട്ടോ ഹോർലിക്സ്. ഈ വീട്ടിലെ ഹോർലിക്സ് ഒക്കെ വാങ്ങിയ കാലം മറന്നു. 2 ദിവസം മുന്നേ ഹോർലിക്സിൻ്റെ കുപ്പിയായിട്ട് വരുന്നു. എനിക്ക് ഹോർലിക്സ് കുടിക്കണമെന്ന് ഓരോ കുഞ്ഞ മോഹങ്ങള്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇതിപ്പോൾ ഹോർലിക്സ് നല്ലതാണോ ചീത്തതാണോ കുടിക്കണോ വേണ്ടേ എന്നുള്ള അല്ല പ്രശ്നം കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് പറയണമെന്ന് വെച്ചാൽ ഇതൊരു നൊസ്റ്റാൾജിയാണ്. എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഹോർലിക്സ് ഒക്കെ നമ്മൾ കുടിക്കുക എന്നുള്ളത് ലക്ഷറി ആയിരുന്നു. ഇപ്പൊ പിള്ളേർക്കൊക്കെ ഹോർലിക്സ് ഹോർലിക്സ് അല്ല ബൂസ്റ്റോ എന്ത് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിലും എന്ത് കൊടുത്താലും അവർക്ക് നല്ലതുമാണ്. മീൻസ് ആർട്ടിഫിഷ്യൽ ആയിട്ട് കഴിക്കണ്ടല്ലോ. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് ഈ ചെറിയ കുട്ടികൾക്ക് സെർലാക്ക് കൊടുക്കുക അല്ലെ, കുഞ്ഞുകുട്ടികൾക്ക് കൊടുക്കുക, അതുപോലെ ഒരു ഹോർലിക്സോ ബൂസ്റ്റോ ഒക്കെ കിട്ടുക ലക്ഷറി ആയിരുന്നു. ശരിക്കും ലക്ഷറി ആയിരുന്നു അന്ന്. കാരണം അന്നത്തെ കാലം അങ്ങനെയല്ലേ, ഒന്നും ഇല്ലല്ലോ. അപ്പം ആ ഒരു മെമ്മറി അതെന്തോ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ ഒരു മണവും ഞാൻ മണക്കത്. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാൻ പോയി ചോദിച്ചപ്പോ അവിടെ ഇപ്പൊക്കെ ഇതിന്റെ ഒക്കെ എന്തൊക്കെ ഫ്ലേവറാണ്, ഫ്ലേവേഴ്സ് ഈ ഫ്ലേവർ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. എനിക്ക് ആ ഒരു അവരെ കറക്റ്റ് ആ മണുള്ളതില്ലേ, അതുപോലെ ബൂസ്റ്റും ഉണ്ട് കേട്ടോ. ആ ബൂസ്റ്റും ആ മഴ ഉണ്ടാവാറുണ്ട്. എനിക്കാണെങ്കിൽ ഇതിന്റെയൊക്കെ പൊടികൾ വാരി തിന്നാനാണ് ഇഷ്ടം. ഇതിനാണ് ഇപ്പത്തെ ജനറേഷൻ പറയാ തന്ത വൈബ്. ഓക്കെ, അവർ പറയുന്നത് തന്ത വൈബ്. മെറ്റീരിയലിസ്റ്റിക് തിങ്സിനോട് പണ്ടും ഇന്നും എന്നും ഒരു താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ നൊസ്റ്റാൾജി ഒന്നും വരില്ല. എന്റെ നൊസ്റ്റാൾജി മുഴുവൻ മണങ്ങൾ മണങ്ങൾ വേറെ ലെവൽ ആളുകൾ. അത് നിനക്ക് അത് മിഥുന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മിഥുനുണ്ട് കഴിഞ്ഞ ദിവസം. അപ്പൊ ഇത് ഞാൻ മണത്തിന്റെ കാര്യം, ഈ ബിൽഡിങ്ങിലല്ല, നമ്മൾ മുന്നത്തെ ബിൽഡിങ്ങില്
താമസിക്കുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു കഴിവ് എന്റെ കുട്ടിക്ക് കിട്ടണേ. അത് വേണ്ടാത്തല്ല. അപ്പൊ ഞങ്ങള് ലിഫ്റ്റിൽ താഴത്തേക്ക് ഇറങ്ങിയിരുന്നു. ലിഫ്റ്റില് ഞങ്ങളെ ഫ്ലോറിൽ ലിഫ്റ്റ് വന്നിട്ട് ഉള്ളിലേക്ക് കയറിയ വഴിക്ക് മിത്തു ലിഫ്റ്റിൽ കയറിയ വഴിക്ക് മിത്തു ടീച്ചറുടെ മണം. അപ്പൊ ഞാൻ ചോദിച്ചു പപ്പാ ടീച്ചറുടെ അതേ മണം, ടീച്ചർ പോയിട്ടുണ്ട് ലിഫ്റ്റില്. അപ്പൊ ഏത് ടീച്ചർ? അപ്പൊ എന്താ വെച്ചാ മുകളിലെ ഫ്ലോറിൽ എവിടെ ഒരു ടീച്ചർ ഉണ്ട്. അപ്പൊ ആ ടീച്ചറ് ഒരു അടിക്കുന്ന സ്പ്രേ ഒരു പ്രാവശ്യം ലിഫ്റ്റിനുള്ളിൽ ഒന്നിച്ച് പോകുമ്പോ മിത്തു ആ മണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ലിഫ്റ്റിനുള്ളിൽ കയറിയപ്പോ ആ ടീച്ചർ പോയതായിട്ടുള്ള മിത്തുവിന് ഫീൽ ചെയ്യുന്നത് ആ മണം അതിന്റെ ഉള്ളിലുണ്ടെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു എന്താ മിത്തു നീ കഴിഞ്ഞ മറ്റത്തിൽ എന്താ പട്ടിയായിരുന്നോ ഇങ്ങനെ മണം പിടിക്കാൻ? താഴെ ചെന്ന് ലിഫ്റ്റ് തുറന്നപ്പോ ഈ ടീച്ചറുടെ കുട്ടി താഴെ നിൽക്കുന്നുണ്ട്. ലിഫ്റ്റ് തുറന്നപ്പോ അവിടെ ലോബിയിൽ കുട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ ഭയങ്കര അതിശയം കിടക്കണല്ലോ കേട്ടോ. അപ്പൊ ഞാൻ മിത്തുനോട് പറഞ്ഞു മിത്തു നിന്നെ ഞാൻ സമ്മതിച്ചു കേട്ടോ, ആ ടീച്ചറുടെ കുട്ടിയുള്ളത് അപ്പൊ അതേ സ്പ്രേ അടിച്ചതാവുന്നു. അപ്പൊ മിത്തു പറയാ അല്ല പപ്പ ഇത് ടീച്ചറുടെ മണാണ്, ആ കുട്ടിയുടെ മണമല്ല. അതായത് ആളുകൾക്ക് പോലും ആ മിക്സ് ചെയ്തിട്ടുള്ള മണം അവള് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് പറഞ്ഞിട്ട് ഞങ്ങള് കാറിൽ കയറി കാർ എടുക്കുന്ന സമയത്ത് ആ ടീച്ചർ താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുമ്പോ ഞാൻ ഹായ് പറഞ്ഞ് അപ്പൊ ടീച്ചർ പറയാണ് ഞാൻ ഈ കാർഡ് എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് ഞാൻ മുകളിൽ പോയി വരികയാണെന്ന്. അപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടത്. അതായത് ആ ടീച്ചർ ഉണ്ടായിരുന്നു ലിഫ്റ്റില്, ആ ടീച്ചർ മുകളിലേക്ക് പോയതാണ് കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ട്. അപ്പൊ ആ ലിഫ്റ്റാണ് താഴത്തേക്ക് വന്നത്. അപ്പൊ അവളാ ടീച്ചറെ മണം പിടിച്ചു, ടീച്ചർ പോയിട്ടുണ്ട് പപ്പാ ഇതില്. ഞാൻ അതിശയിച്ചു, ആളുകൾക്ക് ഇങ്ങനെയുണ്ടോ ഒബ്സർവ് ചെയ്യണം, മണം കൊണ്ട് ഒബ്സർവ് ചെയ്യാം. എനിക്ക് ആ മണം വെച്ച് ഞാൻ ഏത് ലെവല് വരെയും പോകും. ഓരോ മണം ഓരോ ആളുകളുടെയും മണം ഓരോ, അത് സ്പ്രേയുടെ മണല്ല. ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ പോലീസിലെടുക്കണം. കാരണം പോലീസ് ഡോഗ്സ് വളരെ കുറവായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനായിട്ടും നായയുടെ ബുദ്ധിയും രണ്ടും ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾ പറഞ്ഞ സ്പെഷ്യൽ സംഭവങ്ങൾ പോലീസിന് ഒരുപാട് കേസുകൾ തെളിയാതെ കിടക്കുന്നുണ്ട്. സോപ്പു കേരള പോലീസിനും മഹാരാഷ്ട്ര പോലീസിനും ഒരു അഭിമാനമായി മാറും മിത്തു. അത് പെർഫ്യൂമിന്റെ മണം മാത്രല്ല, അത് നടന്ന അവിടെ നിങ്ങളെ മണ്ണിന്റെ മണം. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയുടെ വീട് പൊന്നാനി, അവിടെ ഒരു മണം, അമ്മമ്മയ്ക്ക് ഒരു മണം, മുത്തശ്ശനൊരു മണം. ഞാൻ പറയും മണമില്ലാത്തൊരു ആവശ്യം. അച്ഛനൊരു മണം, ഗൾഫിൽ നിന്ന് വരുന്ന ആ പെട്ടിക്കൊരു മണം. അങ്ങനെ എനിക്ക് ആ കാലത്ത് ഞാൻ സുന്ദരമായിട്ട് ഞാൻ കാലം സഞ്ചരിച്ചു. എനിക്ക് ഇന്നത്തെ ഷോർട്സ് രമേശേട്ടനാണ് എഡിറ്റ് ചെയ്തത്. അത് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇടും അല്ല ഈ വീഡിയോ വരുമ്പോഴേക്കും ഇടുന്നു അല്ലേ? ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഇട്ടിട്ടുണ്ട്. ചുമ്മാ കുറെ കാലത്തിന് ശേഷം ചുമ്മാ ഒരു പാട്ടൊക്കെ വെച്ചൊന്ന് സൊപ്പുവിന്റെ കുറച്ച് സീക്വൻസ് ഒക്കെ. ഇതിന്റെ മുന്നത്തെ പാട്ട് ഞാനാണ് ചെയ്തത്. ഒരു മോശമില്ല, നല്ല ഇഷ്ടപ്പെട്ടു. അതങ്ങനെയല്ലോ, സ്വന്തം പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടല്ലോ. പിന്നല്ലാതെ അത് പോട്ടെ, അതല്ല വിഷയം. അല്ല കൊറേ ദിവസത്തിന് ശേഷം ഇങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്തപ്പോ നല്ല രസം. അപ്പൊ ഞാൻ സ്വപ്നോട് പറഞ്ഞു ഞാൻ എടുത്തരാന്ന്. അതാണ് ആ വീഡിയോ. നല്ല രസം, കൊറേ സീക്വൻസ് സ്വപ്ന ഇഷ്ടായില്ലേ? വല്ലപ്പോഴും ഇപ്പൊ എത്രയോ കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു മറ്റേ രമേശേട്ടന് വീഡിയോ എടുക്കാനും കിട്ടില്ല. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ സജഷൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എല്ലാവരും തന്ന നിങ്ങളുടെ പണ്ടത്തെ ഷോപ്പിംഗ് ഹാൾ വീഡിയോ മിസ് ചെയ്യണോ, പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ. സത്യം പറഞ്ഞ അച്ഛനും അമ്മയും പോയതിനു ശേഷം നമ്മള് പുറത്തന്നെ ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥലങ്ങൾ അത് ഓരോ കാലത്തിനനുസരിച്ച് ലൈഫിൽ മാറ്റം വരുമല്ലോ. മെയിൻ ആയിട്ട് മിത്തു ഹൈസ്കൂളിലായി. സോ സാറ്റർഡേ സൺഡേ പിന്നെ രമേശേട്ടനെയും സമയം കിട്ടുന്നില്ല. ഹാപ്പി. കുറെ ദിവസത്തിന് ശേഷം ഞാൻ ഒരു ക്രിയേറ്റിവിറ്റി അല്ല, ചുമ്മാ അങ്ങനെ ഒന്ന് എഡിറ്റ് ചെയ്തപ്പോ നല്ല രസം, സന്തോഷല്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ജോലിയൊക്കെ വിട്ടിട്ട് എന്റെ മാനേജറായിട്ട് ഇങ്ങനെ രാവിലെ എഡിറ്റിംഗ്. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ തന്നാ മതി. അയ്യാ 3 നേരം ചോറ് വെച്ചരും, പിന്നെ വല്ല ഒരു മറ്റേ അരി മേടിക്കാനോ ഒരു 10,000 റുപ്യൊക്കെ തരാം. എനിക്ക് കിട്ടുന്ന സാലറി മേടിച്ചാൽ ഒരു മടിയില്ല. സോപ്പിന്റെ മാനേജറായിട്ട് ഞാൻ നാളെ മുതൽ എന്റെ പ്രൊമോഷണൽ വീഡിയോസും ഇതൊക്കെ ഞങ്ങളങ്ങനെ ഇടയ്ക്ക് പറയൂട്ടോ ചെയ്യണം. രമേശേട്ടൻ പറയും അതേ കാലം തന്നെ ജോലി എടുക്കാൻ വരും 5 കൊല്ലം. അപ്പൊ ഞാൻ പറയും ഒരു കുഴപ്പമില്ല, ഓൾവേസ് ഇവിടെ ഒരു മാനേജർ വേക്കൻസി ഒഴിവുണ്ട്. അതെ, സോ ഞങ്ങളിങ്ങനെ തമ്മില് വരുന്ന ഒരു ടോപ്പിക്കാണ് അത്. അതിന് വേണ്ടി നമുക്ക് പിന്നെ അത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അത് എഡിറ്റിംഗ് നടക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇടാനുള്ള വീഡിയോ ആണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പോയിട്ട് കൂർക്കപ്പേരി, ചോറ്, മോര് കറി. അയ്യോ എങ്ങനെ രസമല്ലെന്ന് ഉച്ചയ്ക്ക് ആലോചിച്ചിട്ട് വിശക്കണം. അപ്പോൾ
കൂർക്ക ഞാൻ കേരള സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അത് പീൽ ചെയ്തിട്ടുള്ള കൂർക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു തലേ ദിവസം വാങ്ങിച്ചുകൊണ്ട് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ പാക്കറ്റിലാവുമ്പോൾ. കാരണം കൂർക്ക നേരെയാക്കാനുള്ളല്ലോ നമുക്ക് ഏറ്റവും പണി. അപ്പം ഞാൻ വിചാരിച്ചു അത് പീൽ ചെയ്തത് കണ്ടപ്പോൾ അതുകൊണ്ട് വേഗം വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ കൂർക്കയുടെ ഉപ്പേരി ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കാരണം ഇത് കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ രമേശേട്ടനും മിത്തുക്കുട്ടിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ കൂർക്ക എലിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ ഞാൻ പകുതി കൂർക്ക എടുത്തിട്ട് പിറ്റേ ദിവസത്തേക്ക് എലിശ്ശേരി ഉണ്ടാക്കാനും ഇന്ന് എനിക്ക് ഉപ്പേരി കഴിക്കാൻ തോന്നണ്ട, കാരണം അതിന് വിചാരിച്ചു ബാക്കി കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ വിചാരിച്ചു ഒരു എന്താ പറയുക മോരുകറി പോലെ ഉണ്ടാക്കാം, ഏറ്റവും ഈസി ആയിട്ടുള്ള തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ. ഇപ്പോൾ അതൊക്കെ തന്നെ പറ്റുള്ളൂ. സാമ്പാർ എന്ന് പറയണത് നമുക്ക് എന്താ പറയുക തലേദിവസം കൂടെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ എന്നും ഈ മസാല അരച്ചത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂർക്ക ഉപ്പേരി, എനിക്കാണെങ്കിൽ കൂർക്ക ഉപ്പേരി നമ്മൾ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന മുളകും കൂടി ചതച്ച് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് കൂർക്ക മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചതിന് ശേഷം ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ വെണ്ടയ്ക്ക നമ്മൾ സാധാരണ മോരുകറി വെക്കുന്ന അതേപോലെ തന്നെ അതിന് മുന്നേ വെണ്ടയ്ക്ക് ഉള്ളിയും കൂടി ചെറുതായി വഴറ്റി ഒന്ന് മാറ്റി വെച്ചു. നാളികേരം, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി നമ്മുടെ തടുക്ക ഇടുന്ന പോലെ തന്നെ ഞാൻ ലാസ്റ്റ് അല്ല ഇട്ടത്, ആദ്യം തന്നെ കടുകും അതുപോലെ വറ്റൽമുളക്, വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ, തൈരും കൂടെ ചേർത്ത് അങ്ങനെയാണ്. അത് വെറും തൈരില്ലാതെയും ഉണ്ടാക്കാം, പക്ഷേ തൈര് എടുക്കുമ്പോൾ ആ ഒരു മോരുകറിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര ഈസിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് വെണ്ടയ്ക്ക ഇല്ലാതെ ഉണ്ടാക്കാം അല്ലേ, സാധാരണ പോലെ വെറും തൈരും നാളികേരം മാത്രമായിട്ട് ഉണ്ടാക്കാം. വെണ്ടയ്ക്ക ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചെന്ന് മാത്രമേ, കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടു. കൂർക്ക നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുക ജസ്റ്റ് വേവിച്ചിട്ട് അങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വഴറ്റിയെടുക്കും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. പക്ഷേ എനിക്ക് ഈ വെളുത്തുള്ളി, ഉള്ളി അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടം. അത് കാസ്റ്റ് അയണിൽ ഉണ്ടാക്കിയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കറുത്തിരിക്കുന്നത്. അത് അപ്പം തന്നെ എടുത്ത് മാറ്റണമായിരുന്നു. കുറച്ച് അച്ചാറും വേറെ എന്താ വേണ്ടല്ലേ. ഇവിടെ ഒരാൾ നല്ല ചപ്പാത്തിയും ചായയൊക്കെ അടിച്ച് മിന്നിക്കണം. എനിക്കൊന്നുമില്ലല്ലേ, എനിക്കുള്ളത് കാലിച്ചായ. നല്ല സൺസെറ്റ് പുറകിൽ, നല്ല അടിപൊളി സൺസെറ്റ്. അടിപൊളി സൺസെറ്റിന് മുന്നേ ഭക്ഷണം കഴിക്കാൻ. എന്താല്ലേ ഇവിടെ നല്ല അടിപൊളിയായി കാണുന്നുണ്ടോ, രസം. ഇന്ന് എന്താ അറിയോ, ഇന്ന് രാത്രിത്തെ ഫുഡ് ചപ്പാത്തി ആൻഡ് ആലു മേത്തി. നല്ല ഇഷ്ടമാട്ടോ എനിക്ക് മേത്തി, അതും ആലും കൂടെ സൂപ്പർ കോമ്പിനേഷൻ. എനിക്ക് അതല്ല മിത്തുവിനും ഒക്കെ ഇഷ്ടമാണ്. രമേശേട്ടനും ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ 6 മണിയുടെ മുന്നേ ഭക്ഷണം കഴിക്കും. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഭയങ്കര ആക്രാന്തമായതുകൊണ്ട് ഇപ്പോഴും കഴിക്കും, പക്ഷെ രാത്രി ഇവർ കഴിക്കുമ്പോൾ കൺട്രോൾ ഇട്ടാതെ പിന്നെയും കഴിക്കും. എന്നാലും എല്ലാ ദിവസവും 6 മണിയുടെ മുന്നേ ഒരു സമാധാനത്തിന് കഴിക്കും. ചില ദിവസം രാത്രി ഒന്നും കഴിക്കില്ല കേട്ടോ. ഇന്നലെയൊക്കെ ഞാൻ വൈകിട്ട് എന്താ ഒരു ഹോർലിക്സ് അത് കുടിച്ചിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ചില ദിവസം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാകുമ്പോൾ ഇപ്പോഴും കഴിക്കും, രാത്രി കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് കഴിക്കുക. പക്ഷെ കൺട്രോൾ കിട്ടണ്ടേ, എന്താണെന്നറിയില്ല. ഒരു മാറ്റം വരുത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ കൊല്ലം നടക്കുമോ? പറയുമ്പോൾ എല്ലാവരും ആയിരിക്കും ജങ്ക് ഫുഡ്സ് ആണെന്ന്, പക്ഷെ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ. പുറത്തുനിന്നൊരു പിസയോ ബർഗറോ ജങ്ക് ഫുഡ്സോ ഒന്നും കഴിക്കുന്നില്ല. പക്ഷെ ഈ ചോറും ചപ്പാത്തിയും വാരി വലിച്ച് തിന്ന് തടിക്കുക, മാങ്ങക്കറി, തൈര്, ഇതൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടമുള്ള സംഭവങ്ങൾ. വെറും ആലു മെത്തി അല്ലാതെ പുറത്തുനിന്നുള്ള ഫുഡ് സത്യം പറഞ്ഞാൽ വളരെ കുറവാണ് പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കൽ. പക്ഷെ വീട്ടിലുണ്ടാക്കിയ ഫുഡ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഫുഡ് ഭയങ്കര ഇഷ്ടം, ഇരുന്ന് തിന്നാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ തടി മുഴുവൻ ഇങ്ങനെ കൂടിയത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വീക്കെൻഡ് സിനിമയ്ക്ക് എന്താണ് സിനിമ, നമ്മളിപ്പോൾ ഏതാണ് അടുത്ത് കണ്ട സിനിമ? അയ്യോ അമരൻ OTT വന്നു. ഏതിലാ വന്ന? നെറ്റ്ഫ്ലിക്സിൽ. അടിപൊളി സിനിമ. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുള്ള സിനിമ, ഭയങ്കര അടിപൊളി രോമാഞ്ചം വരുന്ന സിനിമ. അപ്പം അമരൻ കണ്ടു. പിന്നെ ഇന്നലെ ഏതാ കണ്ടത്? ജിഗറോ. അത് ഞാൻ പകുതി കണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ല. എന്താ എൻ്റെ പേര്? വിത്ത് ഓട്ടിക്ക് ജിഗർ കൂകറതൊക്കെ പറഞ്ഞ ഞാൻ പകുതി കണ്ടുള്ളൂ, ഉറങ്ങിപ്പോയി ഞാൻ. അതെ തല്ലിപ്പൊളി പാടാന്ന് വിത്ത് പറയണം. അപ്പോൾ അതും ആദ്യമൊക്കെ ഒരു രസമുണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ സംഭവിക്കാൻ ഒട്ടും പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു, പക്ഷെ ഫിക്ഷൻ സ്റ്റോറി അങ്ങനെയല്ല. എന്തായാലും ഞാൻ ഉറങ്ങിപ്പോയി, പകുതി എന്തുണ്ടായെന്നൊന്നും ഓർമ്മയില്ല. ഞാൻ ഇന്നലെ എന്താ പറയുക ഭക്ഷണം കഴിക്കാത്തോണ്ട് എനിക്ക് തലവേദന വന്നു, രാത്രി ആവുമ്പോഴേക്ക് ക്ഷീണിച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പം അതിൻ്റെയും കൂടെ പകരം ഞാൻ തീർക്കും. ഭയങ്കര ക്രേവിങ്, എന്തെങ്കിലും ബേക്കറി കഴിക്കാൻ. രമേശേട്ടൻ സമ്മതിച്ചില്ല. ഞാൻ ചാട വാങ്ങിക്കൊണ്ടുവരെ പോയിട്ട് എന്തെങ്കിലും കൊണ്ടുവച്ചു. ഇത് മാത്രമല്ല, ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ടിട്ട് ഫിറ്റ്നസ്സിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഒരാൾ ഇതൊന്നും സമ്മതിക്കില്ല. എന്ത് ചെയ്യും? അയ്യോ ഞാൻ സമ്മതിക്കാത്ത പ്രശ്നം. ഞാൻ ജിമ്മിന് പോകുമ്പോൾ നിൽക്കുമ്പോൾ പറയും, അല്ല ഇനിയിപ്പോൾ ഇന്ന് പോകണോ, അത് മുടക്കും. ഇപ്പൊ എന്റെ ഒപ്പം വന്നോളണം താഴത്തേക്ക്.
ഇത് കഴിച്ചിട്ട് ജിമ്മിന് വരാൻ പാടില്ല. ഒരു കുഴപ്പമില്ല. നാളെ മുതൽ വീക്കെൻഡ് കഴിയട്ടെ. പ്ലം കേക്കും കൂടെ കഴിക്കണേ, അതും കൂടെ കഴിച്ചിട്ട് നിർത്തി. പ്ലം കേക്കും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നിർത്തി. അതും കൂടെ കഴിച്ചിട്ട് പിന്നെ ജിമ്മ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ആരും എന്തായാലും ഞാൻ മെലിയും. യെസ്, എന്തോ ഒരു അസുഖം ഉണ്ട് തോന്നുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഫുഡ്. ആ ഒരു ചെറിയ പ്രശ്നം എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അവൾക്കും ഇതാണ് പ്രശ്നം എന്നാണ് പറഞ്ഞത്. ഞാൻ രണ്ടുപേർക്കും വെറും ഒന്നും വേണ്ട, വെറും ചോറി വാരി തിന്നാൻ തോന്നുക, അങ്ങനെ ഒരു തരം ആക്രാന്തം. അതിനിപ്പോൾ ജങ്ക് ഫുഡ്സ് അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു ചപ്പാത്തി ആലൂമേത്തി എന്താ അതിനൊരു കുഴപ്പം? അങ്ങനത്തെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് കൂട്ടാൻ ഉപ്പ് ഇത് കണ്ടില്ലേ, കൂർക്കപ്പേരി, ഇതൊക്കെയാണ് ഫുഡ്. അല്ലാതെ അങ്ങനത്തെ ഒന്നും എനിക്ക് കഴിക്കാൻ പോലും തോന്നുന്നില്ല കേട്ടോ. പിസ്സ, ബർഗർ, പുറത്തത്തെ ഫുഡ്, അങ്ങനത്തെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനത്തെ നാടൻ ഫുഡ്. അപ്പം അങ്ങനെ കഴിക്കാൻ തോന്നുന്നവരുടെ കാര്യം എന്താണെന്നപ്പോൾ ഞാൻ ആലോചിക്കണം. ഇവൻ നോൺ വെജ് പോലും ഇല്ല, നോൺ വെജ് പോലും വാങ്ങണില്ല. പക്ഷേ ഈ നാടൻ ഫുഡിൻ്റെ ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് ഭയങ്കര വേറെ തന്നെയാണ്. അപ്പം തൽക്കാലം ഞാൻ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ.